കാലം പാടാനോർത്തു മധുരിതഗാനം പാടിയതിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഫൈസൽ കന്മന. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് തിരൂരിന്റെ സംഗീത ചരിത്രത്തിൽ നാദമധുരം അടയാളപ്പെടുത്തിയ ഗായകനായും വാദ്യോപകരണ പ്രതിഭയുമായ കൽക്കത്ത വേണുവേട്ടനാണ്. അദ്ദേഹത്തിന്റെ സംഗീതാചാര്യന്മാർക്കിടയിൽ കൂടിയുള്ള പാട്ടുയാത്രക്കിടയിൽ ഫിറോസ് ബാബു എന്ന കുട്ടിപ്പാട്ടുകാരനെ കുറിച്ച് എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ഫിറോസ് ബാബുവിനെ ഞാൻ ഇപ്പോൾ വിലയിരുത്തുന്നത് വന്ന വഴികളിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ വലിയ വലിയ കലാകാരന്മാർ സംഗീതത്തിന് തികച്ചും വൈകാരികമായി ഒരു ലാഭേച്ഛയും ഇല്ലാതെ അന്ന് സമൂഹത്തിന് പകർന്നു കൊടുത്ത, പ്രത്യേകിച്ചും അതിൽ ഫിറോസ് ബാബുവിന്റെ അദ്ദേഹത്തിന്റെ പിതാവും അതിൽ അന്നത്തെ ഒരു കലാലോകത്തുണ്ടായിരുന്ന വ്യക്തി തന്നെയാണ്. ഉസ്താദ് ഷാബായി ആയിക്കോട്ടെ, വിൻസെന്റ് മാഷ്, അല്ലെങ്കിൽ യൂനുസ് ബായ് തുടങ്ങിയിട്ടുള്ള ഇവരെല്ലാം അവിടെ മറ്റുള്ളവർക്ക് ക്ലാസ്സുകൾ എടുത്തിരുന്നു, പഠിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് കുട്ടികൾ ആ കാലങ്ങളിൽ സംഗീതം, പ്രത്യേകിച്ചും ഉസ്താദ് ഷാന്റെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അന്നത്തെ കാലത്ത് സാമ്പത്തികമായി വളരെ ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ജീവിതം, സംഗീതത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ വൈകാരികമായ ആ ഒരു അറ്റാച്ച്മെൻറ്റ് മൂലം അദ്ദേഹം അത് പഠിതാക്കൾക്ക്, പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കെല്ലാം ലാഭേച്ഛയില്ലാതെ അദ്ദേഹം കൊടുത്തു. 100 കണക്കിന് പ്രതിഭകളെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് അതുകൊണ്ട് കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് വിൻസെന്റ് മാഷും. അത്രയും പാണ്ഡിത്യമുള്ള വലിയൊരു ഉസ്താദാണ്. ഫിറോസ് ബാബുവിൻ്റെ പ്രചോദനവും ആ കുടുംബം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാലത്ത് ഫിറോസ് ബാബുവിലേക്ക് ഇത്തരത്തിലുള്ളൊരു പ്രേരണ വന്നുവെങ്കിൽ അത് അന്നത്തെ കാലത്തെ തിരൂരിൻ്റെ ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തികൾ അവരുടെ സംഭാവനയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഈ ഒരു സംഗീതത്തിനോടും കലയോടുമുള്ള മനുഷ്യൻ്റെ ഒരു അഭിവാച്ഛയുടെ ഫലമായിട്ടാണ് ഫിറോസ് ബാബുവും ആ ശ്രേണിയിലേക്ക് വരുന്നത്. ഒരു അത്ഭുതകരമായിട്ടുള്ള സൗഭാഗ്യം ഫിറോസ് ബാബുക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലേ? അതെ, തീർച്ചയായും. കാരണം ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് പിറന്നു വീഴുക, വീട്ടിലാണെന്നുണ്ടെങ്കിലും സംഗീതമുണ്ട്, അല്ലെങ്കിൽ നാടകമുണ്ട്, കലാപരമായ ചിന്തകളുണ്ട്. തിരൂരിലേക്ക് വരുമ്പോൾ ഞാൻ ഈ ക്ലബ്ബുകളുടെ കൾച്ചർ, അതൊരു പ്രത്യേക സംസ്കാരമാണ്. ക്ലബ് കൾച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു വെളിച്ചമായിട്ടാണ് ഞാൻ ഫിറോസ് ബാബുവിനെ കാണുന്നത്. ഈ 50 വർഷം ഒരു വ്യക്തിക്ക് ഈ ഒരു മേഖലയിൽ അദ്ദേഹം വേറെ തൊഴിലൊന്നും ചെയ്യുന്നില്ല, ഈ സംഗീതത്തിനെ മാത്രം ആത്മാവിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ജീവിതത്തിനെ നേരിടുന്നത്, ജീവിതത്തിന്റെ സകല പ്രതിരോധങ്ങളെയും അദ്ദേഹം നേരിടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലാതെ ഇന്നത്തെ കാലത്ത്. ഈ 50 വർഷമായിട്ട് ഫിറോസ് ബാബു എന്ന് പറയുന്ന ഈ ഒരു കലാകാരൻ തൻ്റെ സംഗീതത്തിനെ മാത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ സകലരുമായും, എല്ലാ സമുദായങ്ങളിലും, എല്ലാ വ്യക്തികളിലും, എല്ലാ സംഘടനകളുമായും നിരന്തരം സമ്പർക്കം പുലർത്തി എല്ലാവർക്കും അദ്ദേഹത്തിന് എന്തുണ്ടോ അത് നൽകി. ഞാനീ പറഞ്ഞ മുൻ തലമുറയിലെ വലിയ സംഗീതജ്ഞരെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിലുള്ള മൂല്യവത്തായ സംഗീതത്തിനെ, അതിൻ്റെ മൂല്യം കണക്കാക്കാതെ അത്രയും മൂല്യമുള്ള സാധനങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിൽ അദ്ദേഹം നൽകി. എല്ലാവരുടെയും കൂടെ നിന്നു എന്നുള്ളതാണ് ഫിറോസ് ബാബുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതായത് അദ്ദേഹത്തിൻ്റെ സംഗീതം അദ്ദേഹത്തിൻ്റെ തൊഴിൽ എന്നുള്ള രീതിയിലേക്ക് അയാൾ മാറിപ്പോവുകയല്ല ചെയ്തത്. അദ്ദേഹം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി വളരെ ജനകീയനായിട്ട് ഇപ്പോഴും നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തിരൂരിലെ പൗരാവലി കടപ്പെട്ടിരിക്കുന്നു. ഫിറോസ് ബാബു എന്ന ഈ ഒരു കലാകാരനിലൂടെ ഒരു വലിയ സാംസ്കാരിക ദൗത്യമാണ് തിരൂർ നിർവഹിക്കുന്നത്. അത് കലയോടും കലാകാരനോടുമാണെന്ന് പറയുമ്പോൾ അവിടെയാണ് മനുഷ്യനാവുന്നത്. മനുഷ്യനെ വേർതിരിവുകളോടെ കണ്ടിരുന്ന ഒരു കാഴ്ചപ്പാടേ അക്കാലത്തില്ല. എല്ലാവരും ഒരേപോലെ തന്നെ ചിന്തിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ചിന്തയേ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്കൊന്നും അങ്ങനെ അത്ര കാലങ്ങളിൽ ഒരു തരത്തിലുള്ള അതിർവരമ്പുകൾ ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലുള്ള വേർതിരിവുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കലാസംഗീതം അതിൽ കൂടെ എല്ലാവരും കൂടെ ചേരുന്നു, എല്ലാവരും കൂടെ അവതരിപ്പിക്കുന്നു, എല്ലാവരും കൂടെ അത് ആസ്വദിക്കുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു തരത്തിലുള്ള ചിന്തകളില്ല. ഞാൻ ആരാണ് എന്നുള്ളൊരു ചിന്ത തന്നെ അവിടെ ഉണ്ടായിട്ടില്ല. അപരൻ എന്താണെന്നുള്ളതിനൊരു ചിന്തയില്ല. അത് ഇടയിൽ കിടക്കുന്നത് സംഗീതമാണ്, അല്ലെങ്കിൽ സർഗാത്മകമായുള്ള ചിന്തകളാണ്. ഈ മനസ്സുകളെ മുത്തുമാല പോലെ കോർത്തിണക്കുന്ന ഒരു കർമ്മമാണല്ലോ സംഗീതം ചെയ്യുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൊടുക്കുന്ന ഈ ആദരവിലൂടെ ഒരു വലിയ വിളംബരമാണ് ഇവിടെ നടക്കുന്നത്. ഈ വലിയ വിളംബരം ഇവിടുത്തെ പൗരാവലി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു കലാകാരനെ ആദരിക്കുന്നതിലൂടെ നമ്മൾ ഒരുപാട് തലമുറകളായിട്ട് നമ്മൾ അനുഷ്ഠിച്ചു വന്നിരുന്ന
ഈ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിനെ വീണ്ടും ഞങ്ങൾ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് അതിന്റെ ഏറ്റവുമായിട്ടുള്ള ചിന്ത, അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഞങ്ങൾ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെയൊരു പാരമ്പര്യമുണ്ട് തിരൂരിന്. ഇതാണ് ഞങ്ങളുടെ തിരൂർ.